അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മാർക്കോ OTT-യിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ തിയേറ്ററിക്കൽ വെർഷൻ അതേപോലെയാണ് സ്ട്രീം ചെയ്യുന്നതാണ് എനിക്ക് ഓഡിയൻസിൽ നിന്ന് അപ്ഡേഷൻ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് തിയേറ്ററിക്കൽ വെർഷൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ കുറേ പോർഷൻസൊക്കെ ട്രിം ചെയ്തിട്ടാണ്, കുറേ വയലൻസ് സീൻസൊക്കെ ട്രിം ചെയ്തിട്ടാണ് അവർ അതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. പിന്നെ അതിലൊരു അഡീഷണൽ സീൻ ഉണ്ടായിരുന്നത്, അത് തിയേറ്ററിലുണ്ടായിരുന്നത് റിയാസ് ഖാനുമായിട്ടുള്ളൊരു ഫൈറ്റിംഗ് സീന്. നമ്മുടെ സ്വന്തം റിയാസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പുള്ളിക്കാരനുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ളൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. അതിപ്പോൾ യൂട്യൂബിലിപ്പോൾ അവൈലബിൾ ആണ് ആ സീൻ. അതിൽ അണിയറ പ്രവർത്തകർ അത് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീൻ നിങ്ങൾക്ക് യൂട്യൂബിൽ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് മാർക്കോ ഡിലീറ്റഡ് സീൻ സെർച്ച് ചെയ്ത് നോക്കി കാണാനാവുന്നതാണ്. അപ്പം നമുക്ക് ആ സിനിമ കണ്ടതിന് ശേഷം ആ സീനും കൂടെ മാച്ച് ചെയ്യാതെ നമുക്ക് ആ മൂവി മുഴുവൻ കണ്ടതിൻ്റെ ഒരു ഫീല് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ എല്ലാവരുടെയും പെർഫോമൻസ് 1 by 1 നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. എസ്പെഷ്യലി നമ്മുടെ ജഗദീഷ് ഏട്ടൻ്റെ ക്യാരക്ടറൊക്കെ ഉണ്ടല്ലോ, ടോണി ഐസക്കായിട്ട് ചെയ്ത അത് ഇറ്റ്സ് വർത്ത് മെൻഷനിങ്. കാരണം പുള്ളിക്കാരൻ വേഴ്സറ്റൈലായിട്ടുള്ളൊരു ആക്ടറാണ്. അദ്ദേഹത്തിന് എന്ത് ക്യാരക്ടർ കൊടുത്താലും അത് വളരെ ഭംഗിയായി ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും ഇതിനോടകം തന്നെ അറിയാവുന്നൊരു കാര്യമാണല്ലോ. അത് അദ്ദേഹത്തിന് കൊടുത്ത റോൾ അദ്ദേഹം ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിശയിച്ച് പോയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മുൻകാല ചിത്രങ്ങളായ അപ്പുക്കുട്ടൻ്റെ റോള്, അപ്പോൾ അതിൽ നിന്നൊക്കെ ശരിക്കും എന്ത് ട്രാൻസ്ഫോർമേഷനാണ്, എന്തൊരു മാറ്റമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. അത് ഞാനെന്ന് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ മാത്രമല്ല, മാർക്കോ കണ്ട എല്ലാ പ്രേക്ഷകൻ്റെയും എല്ലാ ഓഡിയൻസിൻ്റെയും ഒരേ തരത്തിലുള്ള അഭിപ്രായമാണ് ഞാനിപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയത്. പിന്നെ ജഗദീഷേട്ടൻ മാത്രമല്ല, സിദ്ദിഖ് ആവട്ടെ, കബീർ ദുഹാൻ സിംഗ് ആവട്ടെ, അഭിമന്യു തിലകനാവട്ടെ, എല്ലാവരും അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നേ പറയാനുള്ളൂ. ഇതിൻ്റെ വയലൻസ് ചിത്രീകരണം മാർക്കോയുടെ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് പറയുന്നത്, അതിൽ മാർക്കോയുടെ ഒരു എൻട്രി ഉണ്ടല്ലോ, നമ്മുടെ ഉണ്ണിമൂന്നിൻ്റെ എൻട്രി. അതിനു മുമ്പ് 2 സീൻസ് ഉണ്ട്. മറ്റേ വിക്ടർ മാർക്കോയുടെ ആ ഒരു കൊലപാതകവും പിന്നെ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൊല്ലപ്പെടുന്നതും കാണിച്ചെങ്കിലും അത് അത്രത്തോളം അത് ഓക്കെയാണ്. പക്ഷേ എങ്കിലും മാർക്കോയുടെ ഉണ്ണിമൂന്നിൻ്റെ എൻട്രി സീനിലുള്ള ആ ഒരു എൻട്രി സീക്വൻസിലുള്ളൊരു ഫൈറ്റ് ശരിക്കും അത് ഐ വാസ് കൈൻഡ് ഓഫ് ലൈക്ക് എൻ്റെ തല കറങ്ങിപ്പോയത്. അപ്പോൾ ഇതിലെ പല സീക്വൻസ് കാണുമ്പോഴും നമ്മുടെ തല കറങ്ങി വീഴുന്ന ലെവലിലുള്ള വയലൻസാണ്. ഇതിനു മുൻപ് ഇംഗ്ലീഷ് മൂവീസിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് മൂവി കാണുമ്പോൾ മാത്രമേ ഇങ്ങനൊരു അനുഭവം എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളൂ. പേഴ്സണലി ഞാൻ ഈ വയലൻസിനോട് എനിക്ക് ഒട്ടും താല്പര്യമല്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ശാന്തത ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു മൂവി ദാറ്റ് ഈസ് ഓക്കെ. കാരണം അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുക്കുക, അത്രേ. പിന്നെ മാർക്കോയുടെ വയലൻസ് ഇന്നത്തെ യുവതലമുറകളെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് പ്രേരിപ്പിക്കും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് തീർത്തും യോജിപ്പില്ല. അതിനോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. കാരണം ഇന്ന് മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും കാലമാണല്ലോ. അപ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് വരെ നമുക്ക് ഒരു യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് എന്ത് തരത്തിലുള്ള കോണ്ടൻസാണ് കിട്ടുന്നത്. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, അതുമാത്രമല്ല നമ്മുടെ ഇൻ്റർനാഷണലി നമ്മൾ മിക്കവരും ഫോറിൻ ലാംഗ്വേജിലുള്ള ഹോളിവുഡ് സിനിമാസ് കാണുന്നവരായിരിക്കും. അപ്പോൾ അതിൽ കണ്ടിട്ടുള്ള വയലൻസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കോ അതിനോട് എത്തില്ല. പക്ഷേ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ഒരു ഡയറക്റ്റ് ബ്രൂട്ടാലിറ്റി കാണിക്കുന്ന ഒരു വയലൻസ് മൂവിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ മാർക്കോ പറയാം. അപ്പോൾ റീസെൻ്റ്ലി ഇതേ പാറ്റേണിൽ ഇറങ്ങിയ മൂവീസാണ് അനിമൽ, കിൽ. ഇത് രണ്ടും 2023 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനെയൊക്കെ കടത്തിവെട്ടുന്ന പ്രകടനമായിരുന്നു. പിന്നെ ഇതിൽ കുറച്ചുകൂടി വേണ്ടിയിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ സ്റ്റോറി കുറച്ചുകൂടെ ശക്തമായ ഒരു പ്ലോട്ട് കൊടുക്കാമായിരുന്നു. കാരണം സൈറസ് അദ്ദേഹത്തിന് കബീർ ദുഹാൻ സിംഗിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഇത്തിരി കുറഞ്ഞു പോയതായി എനിക്ക് സംശയമുണ്ട്. ഏറ്റവും ക്ലൈമാക്സിലാണ് അദ്ദേഹത്തിന് ഒരു 10-20 മിനിറ്റോ അദ്ദേഹത്തിൻ്റെ ഒരു സീനുള്ളൂ. അതുമാത്രമല്ല, അത് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഒരു ഫീലുണ്ടായി ലാസ്റ്റ് വന്നപ്പോൾ. എങ്കിലും ഓക്കെയാണ്.
ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി.